السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد. 112. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبشرناه بإسحاق نبيا من الصالحين وباركنا عليه وعلى إسحاق ومن ذريتهما محسن وظالم لنفسه مبين. ولقد مننا على موسى وهارون ونجيناهما وقومهما من الكرب العظيم ونصرناهم فكانوا هم الغالبين وآتيناهما الكتاب المستبين وهديناهما الصراط المستقيم وتركنا عليهما في الآخرين. سلام على موسى وهارون إنا كذلك نجزي المحسنين إنهما من عبادنا المؤمنين. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റിയാണ് നമ്മൾ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഖുർആൻ ഒരു പ്രവാചകനെ ഒരു സ്ഥലത്ത് ആ പ്രവാചകൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നു, മറ്റൊരു സ്ഥലത്ത് അതും ബാക്കി ചില കാര്യങ്ങളും പറയുന്നു. അങ്ങനെയാണ് ചരിത്രം അല്ലാഹു തആല അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു കാണിച്ചു തന്നത്. അതിൽ ഒരു ഒഴിവുള്ളത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റിയാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി ഏകദേശം തുടക്കം മുതൽ അവസാനം വരെ ഒരു സൂറത്തിൽ തന്നെ അള്ളാഹു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇവിടെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും കൊണ്ട് ബലികർമ്മം നടത്താൻ പോയതും ഒരു കുട്ടി ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ നല്ല വിവേകിയായ ഒരു കുട്ടിയെ അല്ലാഹു തആല നൽകി ഇസ്മായിലിനെ. എന്നിട്ട് ആ കുട്ടി നടക്കാനും ഒക്കെ പ്രായമായപ്പോൾ അവനെ ബലി കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. ആ ബലി കൊടുക്കാൻ വേണ്ടി രണ്ടുപേരും തയ്യാറായി. എന്നാൽ അള്ളാഹു അതൊരു പരീക്ഷണമായിട്ടാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇസ്മായിലിനെ ബലി കൊടുക്കേണ്ടതില്ല. വഫദൈനാഹു ബിദിബ്ഹിൻ അളീം, ഒരു മഹത്തായ ബലികർമ്മത്തെ അദ്ദേഹത്തിന് നാം പ്രായശ്ചിത്തമായി നൽകി. മഹത്തായ ബലിമൃഗം എന്ന് പറയുന്നത് ഒരാടായിരുന്നു. അതിന് അലീം എന്ന് പേരിട്ടത് ഇസ്മായിലിൻ്റെ സ്ഥാനത്ത് അറുക്കാനുള്ള ഒരു ആടാണ്. അതുകൊണ്ട് അത് അലീം, ഒരു മഹത്വമുള്ള ബലിമൃഗമായി. മാത്രമല്ല ഖിയാമത്ത് നാൾ വരെയുള്ള വിശ്വാസികൾ ബലിപെരുന്നാളിന് അറുക്കുന്ന ഹാജിമാരും അല്ലാത്തവരും ബലിപെരുന്നാളിന് അറുക്കുന്ന അറവിൻ്റെ തുടക്കം ആ ഒരു ആടിനെ കൊണ്ടായിരുന്നു. അതുകൊണ്ട് ആ ആടിന് പ്രത്യേകമായ മഹത്വം നൽകി അലീം എന്നല്ലാഹു വിശേഷിപ്പിച്ചു. വതറക്ന അലൈഹി ഫിൽ ആഖിരീൻ. ആഖർ രണ്ട് വാക്കും ഖുർആനിൽ കാണാം. ആഖർ എന്ന് ഖാഇന് ഫതഹ് എടുത്തിട്ടും കാണാം. ആഖിർ എന്നത്
അവസാനത്തേത്, റാഇന് കസറുള്ള ഖാഇന് കസറുള്ള ആഖിർ, അവസാനത്തേത് എന്നാണ്. അഖീർ, ആഖിർ, അവസാനത്തേത്. ആഖിർ എന്ന് പറഞ്ഞാൽ മറ്റേത്, നെക്സ്റ്റ് എന്നാണ്. മറ്റേ കുട്ടി, അൽ വലതുൽ ആഖർ, മറ്റേ കുട്ടി എന്നുള്ള അർത്ഥത്തില്ല. അൽ വലതുൽ ആഖിർ എന്ന് പറഞ്ഞാലോ അവസാനത്തെ കുട്ടി എന്നുള്ള അർത്ഥത്തില്ല. ഇവിടെ ആഖിരീങ്ങൾ, അവസാനമുള്ള, അതായത് പിൻഗാമികളിൽ അദ്ദേഹത്തിന് തറക്കിന അലൈഹി ഫിൽ ആഖിരീൻ, അവസാനം വന്നവരുടെ കൂട്ടത്തിൽ വന്നവർക്കിടയിൽ അദ്ദേഹത്തിന് വേണ്ടി നാം ഉപേക്ഷിച്ചിട്ടു എന്ന് പറഞ്ഞാൽ സൽപ്പേര് ഉപേക്ഷിച്ചിട്ടു. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പിൽക്കാലത്ത് വന്ന അവസാനത്തെ നബി വരെ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ വരെ, നമ്മൾ ഇന്നുള്ള ഈ കാലത്തുള്ള എല്ലാ മതവിശ്വാസികളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പഴിക്കുന്നില്ല. ഒരു നല്ല സൽപ്പേരാണ് ഇബ്രാഹിം എന്ന പേര്. ഖുർആനിൽ ഇബ്രാഹിം എന്നും ഈ വേദ പുസ്തകങ്ങളിൽ അബ്രഹാം എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ നബിമാരുടെ പേരിലൊക്കെ വേദപുസ്തകങ്ങളും ഖുർആനുമായിട്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതാണ് അബ്രാഹാം എന്നാണ് അതിലൊക്കെ കാണുന്നത്. എന്നാൽ ഖുർആനിൽ ഇബ്രാഹിം എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മലക്കിൻ്റെ പേര് പറയുമ്പോൾ മീകായിൽ എന്നാണല്ലോ പറയല്. എന്നാൽ മീകായിൽ, അതുപോലെ ജബ്രായിൽ എന്ന് പറയും. എന്നാൽ ഖുർആനിൽ ജിബ്രീൽ എന്നാണ് ജബ്രായിലിന് പകരം. മീകായിൽ എന്നതിന് പകരം മീക്കാൽ എന്നാണ്. മീക്കാൽ. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും കൊണ്ടതുണ്ട്. അതാണ് ഇസ്മായിൽ എന്ന് പേരുണ്ട്, ഇസ്മായിൽ എന്നുണ്ട്. ഇസ്മാ നീട്ടാനില്ലാതെ വേദപുസ്തകങ്ങളൊക്കെ ഇസ്മായിൽ എന്നാണ്. ഇനി വളരെ വ്യത്യാസമുള്ള ഇതാണ് എന്താണ് യാക്കൂബാണ്. അതേ അവസരത്തിൽ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന് വേദപുസ്തകങ്ങളിൽ കാണുന്നത് ജോന എന്നാണ്. ജോന. യാ ഒക്കെ അവർ ചെയ്യാം. അപ്പോൾ ഒരു പക്ഷേ ആ ഭാഷൻ്റെ ഒക്കെ വ്യത്യാസമായിരിക്കാം. ആ ഓരോരോ ഇബ്രു ഭാഷയിലും അറബി ഭാഷയിലൊക്കെ ഉള്ള പ്രൊനൗൺസിയേഷൻ്റെ വ്യത്യാസമായിരിക്കാം. യാവിൽ മാത്രമല്ലല്ലോ. ഇപ്പോൾ യാക്കൂബ് അത് ജാക്കോബാക്കി, അത് ജയാക്കി, ജാക്കോബാക്കി. യൂസുഫിനെ ജോസഫാക്കി. അതുപോലെ തന്നെ ഇല്യാസിന് എലിയാന്നല്ല, എലിയാന്നുണ്ട്, എലിയാസു എന്നുണ്ട്, എലിജ മുഹമ്മദ് എന്നാണ് ചില ഏതൊരു പേരുണ്ട്. മൂസക്ക് മോസസ്. അതൊരു പക്ഷെ ഭാഷയിലുണ്ടായ ചെറിയ വ്യത്യാസങ്ങളായിരിക്കും. എലിജ എന്നാണ് ഇല്യാസിന് വേദപുസ്തകങ്ങൾ പറയും. അതുകൊണ്ടാണ് എലിജ മുഹമ്മദ് എന്നൊക്കെയുള്ള. ദാവൂദിന് ദാവൂദ്, ഡേവിഡ്, ജേക്കബ്, യാക്കൂബ്, അത് ജേക്കബായിട്ട്. അപ്പോൾ അങ്ങനെയാണ് നബിമാർ. ഇപ്പോൾ അബ്രഹാം പ്രവാചകനെ പറ്റി ഒരു തറക്കിന അലൈഹി ഫിൽ ആഖിരി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മേൽ നാം പിൽക്കാലക്കാരിൽ, അവസാന കാലക്കാരിൽ ബാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ സൽകീർത്തി ബാക്കി വെച്ചു എന്നാണ്. സെമിറ്റിക് മതങ്ങൾക്ക് ഒരുപാട് സാമ്യതയുണ്ട്. ചെറിയ അറബിയായിട്ട് കുറേ ബന്ധങ്ങളുണ്ട് സെമിറ്റിക് മതങ്ങളിൽ. എന്നിട്ട് അപ്പോൾ ഇന്നഹും സലാമുൻ അലാ ഇബ്രാഹീമിൻ്റെ മേൽ രക്ഷയുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു വേറെ ആരോടും പ്രാർത്ഥിക്കാനില്ലല്ലോ. അപ്പോൾ ഇബ്രാഹിം നബിൻ്റെ പേരിൽ രക്ഷയുണ്ട്, ഇബ്രാഹിം നബിക്ക് എന്നും രക്ഷയാണ് എന്ന് അള്ളാഹുവിൻ്റെ തന്നെ ഒരു അംഗീകാരമാണ്. കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാണ് ഇഹ്സാൻ ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകുക. ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, അദ്ദേഹം മുഅ്മിനീങ്ങളായ അടിമകളിൽ പെട്ടിരുന്നു. കണ്ടില്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിച്ചിരിക്കുന്ന കാലത്ത് എത്ര വെറുക്കപ്പെട്ട ആളാണ് ആ സമൂഹത്തിൽ. ഇറാഖിലായിരുന്ന കാലത്ത് എല്ലാവരും കൂടിയും വെറുത്ത് അദ്ദേഹത്തെ പിടിച്ച് തീയിലിട്ട് അങ്ങനെയൊക്കെ ആയല്ലോ. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. അവസാനമൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ
സൽകീർത്തി എല്ലാവരും അംഗീകരിക്കുന്നു. അള്ളാഹു വരെ അദ്ദേഹത്തിന് രക്ഷയുണ്ടെന്നും അദ്ദേഹം മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിൽ, നന്മ ചെയ്തവരുടെ, ഇഹ്സാൻ ചെയ്തവരുടെ കൂട്ടത്തിലുള്ള അടിമയാണ്, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് നന്മ, നമ്മളുടെ ജീവിതകാലത്ത് നമ്മൾ നന്മ ചെയ്താൽ ഒരുപക്ഷെ നമുക്ക് കുറേ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ നന്മ ചെയ്ത് ജീവിച്ച് മരിച്ചു പോയാൽ നമ്മുടെ മരണശേഷം ആ ഒരു ഒരു നന്മ നമ്മുടെ മക്കളിൽ കൂടിയോ നമ്മുടെ അടുത്ത തലമുറയിൽ കൂടിയോ ഇവിടെ നിലനിൽക്കും എന്ന് അതിൽ നമുക്ക് കാണാം. അമ്പിയാക്കന്മാരൊക്കെ എത്രയോ കഷ്ടപ്പെട്ടവരായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ആ കഷ്ടപ്പാടിൻ്റെ ഒരു വിഷമങ്ങളും കറകളും അവരെ പറ്റിയില്ല. അവരൊക്കെ വളരെ അംഗീകൃതമായ അമ്പിയാക്കന്മാരായിട്ടാണ് എല്ലാവരും ഗണിക്കപ്പെടുന്നത് ഇന്ന് വരെ. ഇനി അടുത്തത് ഇബ്രാഹിം നബിയുടെ മകനാണ്. വബശ്ശർനാഹു ബിഇസ്ഹാഖ നബിയ്യം മിനസ്സാലിഹീൻ. ആദ്യം ഇസ്മായിലാണ് നബിക്ക്, ഇബ്രാഹിം നബിക്കുണ്ടായ കുഞ്ഞ്. രണ്ടാമതാണ് ഇസ്ഹാഖ് ഉണ്ടാകുന്നത്. ഇസ്ഹാഖ് അത് നസാറ സമൂഹത്തിൽ അവരുടെ ചരിത്രകാരന്മാർ രണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. ആദ്യം ഇസ്ഹാഖാണ്, പിന്നെ ഇസ്മായിലാണ് എന്ന് പറയുന്നത് കാണാം. അങ്ങനെയുള്ള ചില അവകാശവാദങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനൊരിക്കലും ചരിത്രത്തിൻ്റെ തെളിവില്ല. വബശ്ശർനാഹു ബി ഇസ്ഹാഖ, അദ്ദേഹത്തിന് ഇസ്ഹാഖ് എന്ന കുഞ്ഞിനെ നാം നൽകി. ഇസ്ഹാഖ് എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്നാണ് അത്രേ അതിൻ്റെ ഇബ്രു ഭാഷയിലുള്ള അർത്ഥം. ഇസ്ഹാഖ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു വ്യക്തി എന്നാണ് അതിൻ്റെ ഇബ്രു ഭാഷയിലെ അർത്ഥം എന്ന് പറയുന്നു. അപ്പം ഇബ്രാഹിം നബിയുടെ പുത്രനാണ് ഒന്ന് ഇസ്ഹാഖ്, മറ്റൊന്ന് ഇസ്മായിൽ. ഇസ്മായിൽ പരമ്പരയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. ഇസ്മായിൽ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് കണ്ട് ഒരൊറ്റ നബിനെയും നമ്മൾ കാണുന്നില്ല. പിന്നെ മുഹമ്മദ് നബിനെ കാണുന്നത്. മുഹമ്മദ് നബിയുടെ മുമ്പ് അങ്ങനെയുണ്ട് അദ്നാൻ വരെ 20 ഉപ്പാപ്പമാരെ പേര് ചരിത്രത്തിലുണ്ട്. അദ്നാൻ നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അബ്ദുള്ള, ഹാഷിം, അബ്ദുൽ മുത്തലിബ്, അബ്ദു മനാഫ്, കിലാബ്, മുറത്ത്, കായബ്, ഖുസൈ, ഫീർ, മാലിക്, അങ്ങനെ ഒരു അദ്നാൻ 20 പിതാക്കന്മാരെ വരെ ചരിത്രത്തിലുണ്ട് മുഹമ്മദ് നബിയുടെ. ആ 20 കഴിഞ്ഞിട്ട് പിന്നീട് ഇസ്മായിൽ അലൈഹിസ്സലാം വരെ എത്രയാണ് എന്ന് ചരിത്രം എന്നാലും ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ഏതായിരുന്നാലും ഇസ്മായിൽ കഴിഞ്ഞാൽ പിന്നെ ഒറ്റ നബി മുഹമ്മദ് നബിയാണ്. അതോടുകൂടി നബിമാരെ അവസാനിക്കുകയും ചെയ്തു. എന്നാൽ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം കഴിഞ്ഞാൽ ഇസ്ഹാഖിൻ്റെ പുത്രൻ യാക്കൂബ് നബി അലൈഹിസ്സലാം. ആ യാക്കൂബിൽ കൂടിയാണ് പിന്നീട് 10,000 നബിമാർ വേണമെങ്കിൽ പറയാം. അംബിയാ ബനു ഇസ്രായേൽ ഒക്കെ മൂസാ നബി, ഈസാ നബി അലൈഹിസ്സലാം വരെ യാക്കൂബിൻ്റെ പരമ്പരയിലാണ്. ഇസ്ഹാഖ് അലൈഹിസ്സലാമിന് 2 മക്കളുണ്ടായിരുന്നു. തൗഅം, അതായത് ടിൻസുകളായ 2 മക്കളുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ടിൻസ് പറഞ്ഞാലോ ജോഡികൾ, ഇരട്ടക്കുട്ടികളായ 2 മക്കളുണ്ടായിരുന്നു. ഒന്ന് പിന്നെ ഖീസ് എന്ന ഒരു മകനും മറ്റൊന്ന് യാക്കൂബ് എന്നൊരു മകനും. അവർ ഇരട്ടക്കുട്ടികളായിരുന്നു എന്ന്. ആ ഐസ് എന്നും ഐസു എന്നും ചരിത്രത്തിൽ അവരെ പറയുന്നുണ്ട്. ഐസു സ്വാദാണ്, ഐന് യാ സ്വാദ്. പിന്നെ വാവോടുകൂടിയും വാവില്ലാതെയും അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നുണ്ട്. ഐസ് പ്രവാചകനല്ല, ഈസ് എന്ന മകൻ. അവർ ഇരട്ടകളായിരുന്നു. അതിൽ യാക്കൂബ് പരമ്പരയിലാണ് ബാക്കിയുള്ള യൂസുഫ് അലൈഹിസ്സലാം മുതൽ ബനൂ ഇസ്രായേൽ എന്ന് പറയുന്ന ആ സമൂഹം. അവരെ പറ്റിയാണ് ഖുർആനിൽ കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം ബനൂ ഇസ്രായേൽ പ്രവാചകന്മാരിൽ കൂടി നബിമാർ വന്നു, അവർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകി, അങ്ങനെയാണ്ട് പോയി. എന്നാൽ മതചരിത്രത്തിൽ ഈസോ എന്ന കുട്ടിയിൽ കൂടിയുള്ള ചരിത്രം മതചരിത്രത്തിൽ കാണൂല. ഹദീസിലോ ഖുർആനിലോ അങ്ങനെ ഒരു ഈസിൻ്റെ പ്രവാചകൻ ഏതിലും അല്ല. ഒരു മോൻ നബിയായി, മറ്റേ മോൻ നബിയായിട്ടില്ല. ഇസ്ഹാഖിൻ്റെ
മറ്റേ മകൻ നബി ആയിട്ടില്ല ഈസ്. ആ ഈസ് എന്ന ആ പുത്രനിലാണ് ഈ റോമൻ ബനുൽ അസ്ഫർ വിഭാഗമുണ്ടായത്. റോമക്കാരായ ബൈസാണ്ഡ്യക്കാർ എന്ന് പറയുന്ന ബനുൽ അസ്ഫർ എന്നാണ് അവർക്ക് പിന്നെ ചരിത്രത്തിൽ പേരിട്ട്. ഒന്ന് ബനു ഇസ്രായേലും ഒന്ന് ബനുൽ അസ്ഫറും. ഈ ബനുൽ അസ്ഫർ എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് റോമക്കാരായി അറിയപ്പെട്ടത് ബനുൽ അസ്ഫറാണ്. റോമൻ അവർ യൂറോപ്യൻ ഭാഗങ്ങളിലേക്കാണ് താമസം മാറ്റിയത് എന്ന് പറയപ്പെടുന്നു. നോഹ് നബി അലൈഹിസ്സലാമിൻ്റെ പുത്രൻ യാഫിസ് എന്ന പുത്രൻ്റെ ആ പരമ്പരയിൽ ഉണ്ടായ ആ പരമ്പരയും ഇസ്ഹാഖ് അലൈഹിസ്സലാമിൻ്റെ പുത്രൻ ഈസ് പരമ്പരയും കൂടി ചേർന്നുണ്ടായ ഒരു വിഭാഗമായിരുന്നു അവരെന്നും അവർ ആദ്യകാലത്ത് ബിംബാരാധകരായിരുന്നു, മുശ്രിക്കുകളായിരുന്നു, ബിംബം ആരാധിച്ചവരായിരുന്നു എന്നും പിന്നീട് യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മതത്തിൽ എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുകയും മതവിശ്വാസികളായി നസാറാക്കളായി മാറുകയും ചെയ്തു എന്നാണ് ചരിത്രം. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മതം എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി സ്വലാം പഠിപ്പിച്ചു വന്ന ആ മതപാരമ്പര്യത്തിലേക്ക് അവർ വന്ന് അവർ നസാറാക്കളായി മാറി. റോമക്കാർ ഇപ്പോൾ ഹെർക്കൽ രാജാവൊക്കെ ഹെറാക്ലീസ് എന്ന് പറയുന്ന എത്യോപ്യയിലെ ഹെർക്കൽ ചക്രവർത്തിയൊക്കെ ബനുൽ അസ്ഫറിൽപ്പെട്ടതാണ്. ബനുൽ അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞയുടെ മക്കൾ, അവരുടെ ശരീരഘടന കൊണ്ടാണ് അങ്ങനെ പേരിട്ടത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ബനുൽ അസ്ഫറും ബനു ഇസ്രായേലും. ബനു ഇസ്രായേലിനെയാണ് നമുക്ക് പരിചയമുള്ളത്, കാരണം ഖുർആനിൽ അവരെ പരാമർശിച്ച്. ബനുൽ അസ്ഫറിൽ പ്രവാചകന്മാർ കാണുന്നില്ല. അവരുടെ ബാപ്പ ഇസ്ഹാഖാണ് എന്നല്ലാതെ മറ്റേ അവരുടെ ബാപ്പ യാക്കൂബാണ്, അതുകൊണ്ട് ആ പാരമ്പര്യം ഉണ്ടായി. ഇവരുടെ ബാപ്പ ഇസ്ഹാഖ് ആണ്, അതിൻ്റെ അപ്പുറത്ത് വേറെ ഇസ്ഹാഖ് വരെ എത്തുന്നുള്ളൂ, വേറെ അതിൽ നബിമാരൊന്നും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അവരാണ് റോമക്കാർ. പിൽക്കാലത്ത് അവർ ക്രിസ്ത്യാനികളായി മാറി, അങ്ങനെ നസാറാക്കളായി അവർ. അതാണ് റോമൻ സാമ്രാജ്യം വലിയ എംപയറായി മാറി, അവർ വലിയ സാമ്രാജ്യ ശക്തികളായി മാറി. ബനു ഇസ്രായേലുകളും സാമ്രാജ്യം, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ പോലെയുള്ള ആളുകൾ വലിയ ഭരണം നടത്തിയിരുന്ന ആളുകളായിരുന്നു. എന്നാൽ ബനു ഇസ്രായേലിൽ ഒരു മതവുമായി ബന്ധപ്പെട്ട റബ്ബാനികളാണ് കൂടുതലുണ്ടായത്. അയ്യപ്പ സക്കരിയ നബി അലൈഹി ഇസ്ലാം, യഹ്യ അലൈഹി ഇസ്ലാം, സംവയിൽ അലൈഹി ഇസ്ലാം, ഇസ്ഖീൽ അലൈഹി ഇസ്ലാം, അല്യസ, ഇല്യാസ്, യൂനുസ്, അവരൊന്നും വലിയൊരു രാജാക്കന്മാരായി അറിയപ്പെട്ടിട്ടില്ല. അതിൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമുമാണ് വലിയ ചക്രവർത്തിമാരായി അറിയപ്പെട്ടത് യാക്കൂബ് പരമ്പരയിൽ. എന്നാൽ ഈസ് പരമ്പരയിൽ, ഇസ്ഹാഖിൻ്റെ അടുത്ത ഇരട്ടക്കുട്ടികളിൽ ഒരാളായ ഈസ് പരമ്പരയിൽ എല്ലാവരും റോമൻ സാമ്രാജ്യത്തിൻ്റെ അധിപതികളായി മാറി. അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കീഴടക്കി ഭരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതാണ് ഇസ്ഹാഖ്. വബശ്ശർനാഹു ബി ഇസ്ഹാഖ, അദ്ദേഹത്തിന് നാം ഇസ്ഹാഖിനെ സന്തോഷവാർത്ത അറിയിച്ചു. രണ്ടാമതായി ഉണ്ടാവുന്ന കുട്ടിയാണ്. നബിയ്യം മിനസ് സ്വാലിഹീൻ, സാലിഹീങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനായി കൊണ്ട് ഇസ്ഹാഖിനെ നാം സന്തോഷവാർത്ത അറിയിച്ചു. സാലിഹായ പ്രവാചകനായി ഈസാ നബിയുടെ ഇബ്രാഹിം നബിയുടെ ഭാഗ്യം അതായിരുന്നു. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ നല്ല മക്കളെ തരണമേ എന്നാണ് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. അത് അള്ളാഹു തആല കൊടുത്തും ചെയ്തു, നല്ല മക്കൾ. ഇസ്ഹാഖ് നബിയ്യം മിനസ് സ്വാലിഹീൻ. വബാറക്നാ അലൈഹി വഅലാ ഇസ്ഹാഖ്, അദ്ദേഹത്തിൻ്റെയും ഇസ്ഹാഖിൻ്റെയും മേൽ നാം അനുഗ്രഹം ചൊരിഞ്ഞു. അദ്ദേഹത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ അത് പിന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെയും ഇസ്ഹാഖിൻ്റെയും മേൽ നാം അനുഗ്രഹം ബർക്കത്ത് ചൊരിഞ്ഞു. ഒമിൻ ദുരിയത്തിഹിമാ, ദുരിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ സന്താന പരമ്പരകൾ, ദുരിയത്ത് മക്കൾ, സന്തതികൾ. അസ്ബാത്ത് എന്ന് പറയണമെങ്കിൽ മക്കൾ എന്നുള്ള അർത്ഥങ്ങൾ, പെൺമക്കളുടെ മക്കളും മറ്റൊക്കെ ആയിട്ടുള്ള പേരക്കുട്ടികൾ എന്നുള്ള അർത്ഥത്തിലാണ് അസ്ബാത്ത്. ഇത് ദുരിയത്ത് തന്നെ രണ്ടും ആശയത്തിലൊക്കെ ഒന്ന് തന്നെയാണ്, സന്തതികൾ.
അവരിൽ നിന്ന് പെറ്റുപെരുകി വന്ന സന്തതികൾ. ഒമിൻ ദുർരിയ്യത്തിഹിമ, ഈ രണ്ട് വിഭാഗത്തിൻ്റെയും സന്തതികളിൽ നിന്ന് മുഹ്സിനുൻ, ഇഹ്സാൻ ചെയ്യുന്നവരുമുണ്ട്, വലാലിമുൻ ലിനഫ്സിഹി, സ്വന്തം ശരീരങ്ങളോട് ളുൽമ് ചെയ്തവരും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരകളിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരകളിലൊക്കെ ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരകളിലൊക്കെ ഈ രണ്ട് വിഭാഗം ആളുകളും ഉണ്ട്. ഒന്ന് മുഹസിൻ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യന്മാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ പരമ്പരയിൽ കുറേ നബിമാരൊരു വിഭാഗം, അവർ മുഹസിനീങ്ങളെ കൂട്ടത്തിൽ. നേരെ മറിച്ച് അവിശ്വാസികളും മറ്റൊക്കെയായ ബഹുദൈവാരാധകരൊക്കെയായി വന്ന ആളുകൾ, അതാണ് ലാലിമുൽ നഫ്സിഹി, സ്വന്തത്തിനോട് അക്രമം പ്രവർത്തിക്കുന്നവരുമുണ്ട്, മുബീൻ, വ്യക്തമായി ളുൽമ് ചെയ്തവരുമുണ്ട്. അതെടുത്ത് പറയാൻ കാരണം ഈ അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവായ ഇബ്രാഹീമിൻ്റെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ മക്കളായ ഇസ്മായിൽ ഇസ്ഹാഖിൻ്റെയും മക്കളായിരുന്നിട്ട് പോലും അവരിൽ പ്രകടമായ ളുൽമ് പിൽക്കാലത്തുണ്ടായി. അതായത് അവർ തൗഹീദായിരുന്നു ഇവരുടെയൊക്കെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് തൗഹീദിൻ്റെ അറിയപ്പെട്ട സ്ഥാപകൻ. അത്രയധികം തൗഹീദിന് വേണ്ടി ജീവിച്ച് ഏകദൈവ വിശ്വാസം സ്ഥാപിക്കാൻ വേണ്ടി ജീവിച്ചിട്ടും വളരെ പ്രകടമായി ബഹുദൈവ വിശ്വാസത്തിലേക്ക് ആ അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകളിൽ ആളുകൾ പോയി. എന്നാൽ ഇഹ്സാൻ ചെയ്യുന്ന നബിമാരും ഹവാരിജികളുമായ ഒരുപാട് ആളുകളും ഉണ്ടായി. അതാവും മിൻ ദുർരിയ്യത്തിഹിമ മുഹ്സിനുൻ വലാലിമുൻ ലിനഫ്സിഹി മുബീൻ, അക്രമം ചെയ്യുന്ന, സ്വന്തം ശരീരങ്ങളോട് അക്രമം ചെയ്യുന്ന ആളുകളും ഉണ്ടായി. ഇനി മിൻഹും അസ്സാലിഹു വത്വാലിഹു, നല്ല ആളുകളും ഉണ്ടായിരുന്നു, ചീത്ത ആളുകളും ഉണ്ടായിരുന്നു. വൽ ആദിലു, നീതിമാന്മാരും ഉണ്ടായിരുന്നു. വല്ലാലിമുല്ലദീ തബയ്യന ളുൽമുഹു, പ്രകടമായി ളുൽമ് ചെയ്തിരുന്ന ആളുകളും ഉണ്ടായിരുന്നു. ബി കുഫ്രിഹി വ ശിർക്കിഹി, കുഫറും ശിർക്കും കൊണ്ട്. അപ്പോൾ അമ്പിയാക്കന്മാരുടെ മക്കളായാലും രണ്ട് കൂട്ടവും അവരിലുണ്ടായിരുന്നു. വബാറക്നാ അലൈഹി വഅലാ ഇസ്ഹാഖ്, അത് കഴിഞ്ഞല്ലോ. വലഖദ് മനന്ന അലാ മൂസ വഹാറൂൻ, ഇനിയിപ്പോൾ അത് അത്രയും കഴിഞ്ഞു. ഇബ്രാഹിം നബി മക്കളും അത് കഴിഞ്ഞു. ഇനി വലഖദ് മനന്ന അലാ മൂസ വഹാറൂൻ, മന്ന എന്നാണ്. മന്ന എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ചെയ്തു, മന്ന് ചെയ്തു എന്ന്. മഞ്ഞിന് വേറൊരർത്ഥം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിലുള്ള ഒരു മഞ്ഞുണ്ട്. അതെന്താ? മന്നും സെൽവി എന്ന് പറയുന്ന പാൽക്കട്ടി. ഇവിടെ അതും അനുഗ്രഹമായി അള്ളാഹു നൽകിയത് കൊണ്ടാണ് മഞ്ഞ്, അനുഗ്രഹത്തിൻ്റെ കട്ട, അതാണ് മഞ്ഞ്. അതിന് വേറൊരർത്ഥമായി നമ്മൾ സങ്കല്പിക്കുന്നു എന്നേ ഉള്ളൂ. അള്ളാഹു ഇറക്കിക്കൊടുത്ത അനുഗ്രഹം അതൊരു പാൽക്കട്ടി ആയതുകൊണ്ട് മഞ്ഞിന് പാൽക്കട്ടി എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, ഞഴുമത്ത്, അന്നാമ് എന്ന് പറഞ്ഞെങ്കിൽ ആടുമാടുകൾ എന്നാണ്. നാമ്, അതെ, അത് നാം എന്ന് പറഞ്ഞാലും അന്നാമ് എന്ന് പറഞ്ഞാലും ആടുമാടുകൾ എന്നാണ്. ഞഴുമത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നാണ്. അള്ളാഹിൻ്റെ ഞഴുമത്ത് നമ്മൾ മലയാളത്തിൽ പറയുന്നൊരു വാക്കാണ്. അതിനൊരു ബന്ധമുണ്ട്. ഒരുപക്ഷെ നാടോടികളായ അറബികളുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഈ ആടുമാടുകൾ തന്നെയാണ്. കാരണം അതാണ് അവർക്ക് യാത്ര പോകാനുള്ളത്, അതാണ് അവർക്ക് തിന്നാനുള്ളത്, അവർക്ക് ടെൻ്റടിക്കാനുള്ള തോല് അതിൻ്റെ തോലാണ്. അവരെ ടെൻ്റ് മാത്രമല്ല, അവർക്ക് ഷൂ തുന്നാനും അവർക്ക് തൊപ്പി ധരിക്കാനും അങ്കി ഉണ്ടാക്കാനും അവർക്ക് പരിചയം ഉണ്ടാക്കാനും അവർക്ക് വീട് നിർമ്മിക്കാനും വിരിക്കാനും കിടക്കാനും അവർക്ക് വെള്ളപ്പാത്രങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഈ അന്നാമുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അവയുടെ തോലൊക്കെ അവർക്ക് കുപ്പായും തുണി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഇതിൻ്റെ സൂഫുകളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്, ഇതിൻ്റെ രോമങ്ങൾ. പിന്നെ അതിൻ്റെ എല്ലുകളാണ് അവർ ആയുധത്തിന് ഉപയോഗിച്ചിരുന്നതും
അതുപോലെ തന്നെ ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ എല്ലുകളാണ്. പിന്നെ അതിൻ്റെ കുടൽമാലകൾ അവർ ചാട്ടക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു, നാരുകളും കയറുകളുമായിട്ട്. അപ്പോൾ ഈ അൻആം അവരുടെ ജീവിതവുമായി എല്ലാ അർത്ഥത്തിലും ഇടപെട്ട ഒരു സാധനമായതുകൊണ്ട് അള്ളാഹു അവർക്ക് നൽകിയ നിഅമത്ത് ആയിരിക്കാം. ന്യൂന് ഐന് മീമിൽ നിന്നാണ് അൻആം വരുന്നത്, അത് നിഅമത്തുമായിരുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹു തആല മനന്ന അനുഗ്രഹം നൽകി, നാം അനുഗ്രഹം നൽകി. ആർക്ക്? അലാ മൂസ വ ഹാറൂൻ, മൂസാ നബിക്കും ഹാറൂൻ നബിക്കും നാം അനുഗ്രഹം നൽകി എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഖുർആനിലെ സൂറത്തുകളിൽ കൂടി കടന്നു പോയാൽ മൂസാ നബിക്കും ഹാറൂൻ നബിക്കും അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൻ്റെ വലിയ ഒരു പരമ്പര തന്നെ നമുക്ക് കാണാം. മൂസാ നബി അലൈഹി സ്വലാം ജനിച്ചപ്പോൾ തന്നെ ഫിർഔൻ ആൺകുട്ടികളെ കൊല്ലണം എന്ന് പ്രഖ്യാപിച്ച കാലഘട്ടമാണ്. അന്ന് മുതൽ മൂസാ നബി അലൈഹി സ്വലാം പെറ്റ് വീണപ്പോൾ തുടങ്ങിയതാണ് അള്ളാഹിൻ്റെ അനുഗ്രഹം. ആ കുട്ടിനെ ഫിർഔൻ്റെ കൊലപാതകികളായ ആളുകൾക്ക് കിട്ടിയില്ല, സൈന്യങ്ങൾക്ക് കിട്ടിയില്ല, അതിനെ പെട്ടിയിലാക്കി ഇട്ടു. എന്നിട്ട് പിന്നെ ആ കുട്ടിയെ ഫിർഔൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വളർത്തി പാല് കൊടുക്കാത്തത് വരെ മൂസാ നബിൻ്റെ ഉമ്മയെ കൊണ്ട് പാല് കൊടുപ്പിച്ചു. എന്നാൽ ഉമ്മയാണെന്ന് അറിഞ്ഞുകൂടാ കൊട്ടാരവാസികൾക്ക്. അങ്ങനെ കൊട്ടാരത്തിൻ്റെ പരിലാളനയേറ്റ് വളർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടത് അതിനേക്കാളും നല്ല ഒരു അഭയകേന്ദ്രത്തിലാണ്. ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്താണ്, മദായിനിലാണ്. അതിനും ഒരു നിമിത്തമുണ്ടായി. ആടുംകുട്ടികൾക്ക് വെള്ളം കൊടുത്തു. അത് അദ്ദേഹം ഒരു അനുഗ്രഹമായി ചെയ്തതാണ്, എന്തെങ്കിലും പ്രതിഫലം ചെയ്തതല്ല. പക്ഷേ അതിന് പ്രതിഫലമായി ആ വെള്ളം കൊടുത്ത ആടുംകുട്ടികളുടെ ഉടമയായ പിതാവ് മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. അവിടെ ഒരുപാട് കാലം താമസിച്ചു, ചുരുങ്ങിയത് 10 കൊല്ലമെങ്കിലും അദ്ദേഹം അവിടെ താമസിച്ചു. അപ്പോൾ ഈജിപ്തിൽ നിന്ന് പേടിച്ച് രക്ഷപ്പെട്ട് ഓടിയിട്ട് എവിടെയും അഭയമില്ലാതെ കഷ്ടപ്പെട്ടില്ല, നല്ലൊരു അഭയസ്ഥാനത്തെത്തി. അവിടെ നന്നായി അദ്ദേഹം ജീവിച്ചു, മക്കളുണ്ടായി. പിന്നീട് അവിടുന്ന് ഈജിപ്തിലേക്ക് തന്നെ പോകാൻ അള്ളാഹു തആല പറഞ്ഞു. പോകുന്ന വഴിക്ക് അള്ളാഹു വഹയി കൊടുത്തു തൂർ സീനാ പർവ്വതത്തിൽ നിന്ന്. മൂസാ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ സഹോദരൻ ഹാറൂനെയും കൂടി നബിയാക്കി തരണമെന്ന്. അതും അള്ളാഹ് സ്വീകരിച്ചു. രണ്ടാൾക്കും അള്ളാഹു അനുഗ്രഹം കൊടുത്തു. അവിടുന്ന് ഫിറഔൻ്റെ അടുക്കൽ വന്നു. മഹാരാജാവിൻ്റെ അടുക്കൽ ഈ 2 പേരും കൂടി വന്നപ്പോൾ ഫിറഔന് അറിയാം പണ്ട് ഇവിടുന്ന് ആക്രമണം ഉണ്ടാക്കി പോയ ആളാണ്. എന്നാലും മൂസാ നബിയെ ഫിറഔന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അതിന് മാത്രം നല്ല മുഅ്ജിസത്തുകളുമായി വന്ന് ഫിറഔൻ്റെയും അനുയായികളുടെയും വായടപ്പിച്ചു. അവർക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിനോട്. അവസാനം വെല്ലുവിളിച്ചു. ആ വെല്ലുവിളിയിലും മൂസാ നബി അലൈഹി സ്വലാം വിജയിച്ചു. അങ്ങനെ മൂസാ നബി അവിടെ ശക്തമായി ഈജിപ്തിൽ മൂസാ നബിയും അനുയായികളും താമസം തുടങ്ങി. ഫിറഔൻ്റെ ഭീഷണി ഉണ്ടായിട്ടും അള്ളാഹു നിരന്തരമായി 9 ദൃഷ്ടാന്തങ്ങൾ മൂസാ നബി അലൈഹി സ്വലാമിന് കൊടുത്തു. ആ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഫിറഔന് ശിക്ഷയാണ് കൊടുത്തിരുന്നത്. കുമ്മൽ, ചെള്ള്, ചോര, തവളകൾ, ക്ഷാമം, ഇതെല്ലാം തരത്തിൽ കൊടുത്തപ്പോഴും ഫിറഔനും അനുയായികളും മൂസയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു അള്ളാഹിനോട്, ഇത് ഞങ്ങൾക്കൊന്ന് ഒഴിവാക്കി തരണം. ചില്ലറ അനുഗ്രഹമൊന്നുമില്ലല്ലോ. അവിടെ ഒറ്റപ്പെട്ട് വന്ന് ആ രാജാവിനെ വെല്ലുവിളിച്ച് വിജയിച്ച് പിന്നീട് ആ രാജാവ് കഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയേണ്ടി വന്നു. മൂസാ നബിയുടെ കാൽക്കൽ വീണ് പറയേണ്ടി വന്നു. എന്നാലും ഫിറഔന് പകയടങ്ങാതെ മൂസാ നബിയെയും ബനൂ ഇസ്രായേൽക്കാരെയും നശിപ്പിക്കാൻ വേണ്ടി അയാൾ തീരുമാനിച്ചപ്പോൾ അള്ളാഹു തആല അയാളെ കടലിൽ മുക്കിക്കൊന്നു. എന്നിട്ട് മൂസാ നബിക്ക് അള്ളാഹു അനുഗ്രഹം പിന്നെയും നൽകി. സീനാ മരുഭൂമിയിൽ മഞ്ഞും സെൽവയും ഇറക്കിക്കൊടുത്തു, മേഘം തണലാക്കി കൊടുത്തു, അവിടെ താമസത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അപ്പോൾ പിന്നെ തൗറാത്ത് കൊടുത്തു. അപ്പോൾ അതാ വലഖദ് മനന്ന അലാ മൂസാ വ ഹാറൂൻ. എത്രയെത്ര നിഅമത്തുകളാണ് അള്ളാഹു നൽകിയത്. മൂസാ നബിക്കും ഹാറൂൻ നബിക്കും നാം അനുഗ്രഹങ്ങൾ നൽകി. വനജ്ജൈനാഹുമ, അതിൽ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം വനജ്ജൈനാഹുമ,
അവർ രണ്ടുപേരെയും നജാ എന്ന് പറഞ്ഞാൽ നജാത്ത്, രക്ഷ. നജ്ജൈനാഹുമ, അവർ രണ്ടുപേരെയും നാം രക്ഷപ്പെടുത്തി. അവരെ മാത്രമല്ല വഖൗമഹുമ, അവരുടെ രണ്ടുപേരുടെയും കൗമിനെയും, ആ ജനങ്ങളെയും രക്ഷപ്പെടുത്തി. മിനൽ കർബിൽ അളീം, വമ്പിച്ച കർബിൽ നിന്ന്. കർബ് എന്ന് പറഞ്ഞാൽ ദുരന്തം എന്ന കർബ്, വലിയ മുസീബത്ത് എന്നൊക്കെ അർത്ഥത്തിലാണ്. മിനൽ കർബിൽ അളീം, ആ വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തി. അപ്പം മൂസാ നബിക്ക് വനസർനാഹും, അവരെ നാം സഹായിച്ചു. ഫകാനൂ ഹുമുൽ ഗാലിബീൻ, അങ്ങനെ അവർ വിജയിച്ചവരായി തീർന്നു. അപ്പോൾ ഒന്നുമല്ലാതെ പേടിച്ച് വിറച്ച് ഈജിപ്തിൽ പ്രസവിച്ച ആ ഉമ്മയുടെ മകൻ പിന്നീട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, വലിയ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് എല്ലാ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടുകയും ആ മഹാശത്രുവിനെ അള്ളാഹു തആല നശിപ്പിക്കുകയും ചെയ്തതോടുകൂടി ഒരുപാട് അനുഗ്രഹങ്ങൾ മൂസാ നബിക്കും ഹാറൂനും അള്ളാഹു നൽകി. അതാണ് വലഖദ് മനന്നാ അലാ മൂസ വ ഹാറൂൻ, മൂസാക്കും ഹാറൂനും നാം ഒരുപാട് നന്മകൾ നൽകി. വനജ്ജൈനാഹുമാ വഖൗമഹുമാ, അവർ രണ്ടുപേരെയും അവരുടെ കൗമിനെയും നാം രക്ഷപ്പെടുത്തി. മിനൽ കർബിൽ അളീം, ആ മഹാദുരന്തത്തിൽ നിന്ന്. വനസർനാഹും, അവരെ നാം നസറ എന്ന് പറഞ്ഞാൽ നസറ യൻസുറു, സഹായിച്ചു എന്ന്. അതാണ് നമ്മൾ പേരിടൽ. നാസിർ, അബ്ദുൽ നാസിർ, സഹായിയുടെ അടിമ. നാസിർ, മൻസൂർ, സഹായിക്കപ്പെട്ടവൻ. നമ്മളെ പേരുകളിൽപ്പെട്ടതാണല്ലോ നസിർ, നാസിർ, മൻസൂർ എന്നൊക്കെ. അതാ അൻസാരികൾ. മദീനക്കാർക്ക് എന്താ പറയുക? അൻസാരികൾ എന്നാ പറയുക. അൻസാരികൾ എന്ന് പറഞ്ഞാൽ ഹിജറ ചെയ്ത് വീടും പറമ്പും കുടിയും സാമ്പത്തിക ശേഷിയും ഒന്നുമില്ലാതെ മദീനയിലേക്ക് പലായനം ചെയ്ത് ഹിജറ ചെയ്ത് വന്ന ആളുകളെ സഹായിച്ചവർ, വീട് കൊണ്ട്, അതുപോലെ അവർക്ക് കുടുംബജീവനം നൽകി, അവർക്ക് കച്ചവടം നൽകി സഹായിച്ചവർ അൻസാറുകൾ. കർബ് എന്ന് പറഞ്ഞ ദുരന്തം, മക്രൂബ് എന്ന് പറയും. ദുആഉൽ മക്രൂബില്ലേ, കാരിസത്തും അതന്നെയാണ്. മുസീബത്ത്, കാരിസത്ത് എന്നൊക്കെ പറഞ്ഞ് അതന്നെയാണ് കർബ്. ദുആഉൽ മക്രൂബ് എന്നാണ് പറയാം. എന്തിന്? അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ വഅസ്ലിഹ് ലി ശഅനി കുല്ലഹു ലാ ഇലാഹ ഇല്ലാ അൻത എന്നൊരു പ്രാർത്ഥന. അത് ദുആഉൽ മക്രൂബ്. അതെ, പ്രയാസത്തിൽ ദുരന്തത്തിൽപ്പെട്ടവൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. നമുക്കൊരു കഷ്ടപ്പാടില്ലേ, എന്തെങ്കിലും കഷ്ടപ്പാട്, രോഗമോ പ്രയാസങ്ങളോ ദാരിദ്ര്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആളുകളെ കൊണ്ടുള്ള പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴൊക്കെ നമുക്ക് എന്നും മക്രൂബീങ്ങളാണ് സത്യത്തിൽ. നമ്മൾ എന്നൊരു എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവുന്നൊരു ദുരന്തമൊന്നുമല്ല, കാലാകാലം ദുരന്തം തന്നെ, പല കാരണങ്ങളാലും. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഉണ്ടാവേണ്ട ഒരു പ്രാർത്ഥനയാണ്. എന്താണ്? അല്ലാഹുമ്മ റഹ്മതക അർജു, അള്ളാഹുവേ നിൻ്റെ റഹ്മത്തിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫലാ തകിൽനി, എന്നെ നീ ഏൽപ്പിക്കരുതേ, ഇലാ നഫ്സി, എൻ്റെ നഫ്സിലേക്ക്, എൻ്റെ ശരീരത്തിലേക്ക് തന്നെ എന്നെ ഏൽപ്പിക്കരുത്. എൻ്റെ കാര്യം നോക്കിക്കോ എന്നൊരവസ്ഥ ഉണ്ടാവരുത്. ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, കണ്ണ് ഇമവെട്ടി എഴുന്നേൽക്കുന്ന നേരം പോലും എൻ്റെ കാര്യം എന്നിലേക്ക് നീ ഏൽപ്പിക്കരുതേ. വഅസ്ലിഹ് ലി ശഅനി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നീ നന്നാക്കി തരണമേ. അസ്ലഹ എന്ന് പറഞ്ഞാൽ ഒക്കെ നന്നാക്കി തരാം. എൻ്റെ കുടുംബവും കാര്യവും ദുനിയാവും ആഖിറും എൻ്റെ ജോലിയും അതൊക്കെ ഒരു നല്ല നിലക്കാക്കി തരണം, ഒക്കെ നന്നായി കിട്ടണം എന്ന് പറഞ്ഞല്ലോ. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഇലാഹില്ല, പ്രാർത്ഥിക്കപ്പെടാനും സഹായം തേടാനുമുള്ള ഇലാഹ് നീ മാത്രമാണ്. ഈ പ്രാർത്ഥന ദുആഉൽ മക്റൂബ് എന്ന് പറയാം, കർബിൽ പെട്ടവൻ്റെ ദുആ. ഈ ദുആകളൊക്കെ പഠിക്കണം. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ദുആൻ്റെ ബുക്കുകളൊക്കെ ഉണ്ടാവില്ലേ, വേണമെങ്കിൽ നമുക്ക് സംഘടിപ്പിക്കാം. നല്ല എല്ലാ ദുആകളുമുള്ള
സഹിയായി പണ്ഡിതന്മാർ ശരിയായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ദുആ എൻ്റെ നല്ല ബുക്കുണ്ട്, നമുക്ക് കൊടുക്കാൻ പറ്റിയ ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയ ദുആ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓർമ്മയില്ല, ഞാൻ പലപ്പോഴും കൊണ്ടുവരണമെന്ന് വിചാരിക്കലുണ്ട്, കിട്ടണത്. അപ്പോൾ നജ്ജൈനാഹുമാ വഖൗമഹുമാ, അദ്ദേഹത്തെ അവർ രണ്ടുപേരെയും ആ കൗമിനെയും നാം രക്ഷപ്പെടുത്തി, മിനൽ കർബിൽ അലീം, ആ മഹാദുരന്തത്തിൽ നിന്ന്. ആ ചില്ലറ ദുരന്തമൊന്നും ആയിരുന്നില്ലല്ലോ ഫിറഔന്റെ അക്രമം, അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. വനസർനാഹും, അവരെ നാം സഹായിച്ചു. ഫകാനൂ ഹുമുൽ ഗാലിബീൻ, അവർ തന്നെയായി ഗാലിബീങ്ങൾ, വിജയിച്ചവർ. അന്ന് ഫിറഔന്റെ ചരിത്രം പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്, ഇന്നാ ലനഹ്നുൽ ഗാലിബൂൻ, ഞങ്ങളാണ് വിജയിച്ചിക്കുന്നവർ. ആ വിജയം പരാജയപ്പെടുകയും വിജയിച്ചവർ ഈ മൂസാ നബിയും ഹാറൂൻ നബിയും ആ കൗമും വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടു. വ ആതൈനാഹുമാ, അപ്പം അള്ളാഹു അവർക്ക് കൊടുത്ത അനുഗ്രഹം പറഞ്ഞത്, ഫിറഔന്റെ മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി, അവരെ നാം സഹായിച്ചു, അവർ വിജയികളായി. ഫിറഔനൊക്കെ മരിച്ചോടുകൂടി ഈജിപ്തും ആ നാടും മുഴുവനും മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൗമിന് കിട്ടി. അവർക്ക് കിട്ടിയല്ലോ, അവരായല്ലോ പിന്നെ അതിൻ്റെ അധിപന്മാരൊക്കെ. ഫിറഔൻ്റെ ആ നാട് അവരുടെ കയ്യിലായി. പിന്നെ മറ്റൊരു നിഅമത്തും കൂടി അല്ലാഹ് പറയുന്നുണ്ട്. എന്താണത്? വആതൈനാഹുമൽ കിതാബൽ മുസ്തബീൻ, അവർ രണ്ടുപേർക്കും നാം നൽകി. വആതൈനാഹുമാ അൽ കിതാബൽ മുസ്തബീൻ, വളരെ വ്യക്തമായ ഒരു ഗ്രന്ഥം അവർക്ക് നാം നൽകി. അതാണ്. അപ്പം രണ്ട് നിഅമത്ത്, അതായത് അത് എന്തായിരുന്നു? തൗറാത്തായിരുന്നു. അപ്പം വേദഗ്രന്ഥം വലിയൊരു നിഅമത്താണ്. ഫിറഔനിൽ നിന്ന് രക്ഷപ്പെടുത്തി മൂസാ നബി ആ ചെറുപ്പകാലം മുതൽ തന്നെ സൈന്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇങ്ങനെ വളർത്ത് വലുതാക്കിയെടുത്ത ഒരുപാട് എടുത്തു പറയത്തക്ക നിഅമത്തുകൾ അല്ലാഹ് പറഞ്ഞു, എണ്ണിപ്പറഞ്ഞു. അതൊക്കെ എന്താ? മൂസാ നബിൻ്റെ തടി രക്ഷപ്പെടാനും മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും ശരീരം രക്ഷപ്പെടാനും അപകടത്തിൽ പെടാതിരിക്കാനുമുള്ള നിയമത്തായിരുന്നു, ഭൗതികമായ നിയമത്തുകളായിരുന്നു. ഇനി ഒരു ആത്മീയമായ നിയമത്താണ് അള്ളാഹു ഇവിടെ എടുത്തു പറയുന്നത്. അതെന്താണ്? വേദഗ്രന്ഥം നൽകിയ. അത് നമുക്കും അതിലുള്ളൊരു പാഠമുണ്ട്. അള്ളാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു നിഅമത്ത് ഈ ഖുർആനാണ്. ഖുർആൻ എന്ന് പറയുന്ന തൗറാത്തിൻ്റെ സ്ഥാനത്ത് ഖുർആനാണല്ലോ നമുക്കുള്ളത്. അപ്പം അവർക്ക് അള്ളാഹു എടുത്തു പറയാം, അവർക്ക് ഞാനൊരു ഗ്രന്ഥം നൽകി, മുസ്തബീനായ ഗ്രന്ഥം, അതായതൊരു വ്യക്തതയുള്ള ഗ്രന്ഥം. സത്യമേതാണ്, അസത്യമേതാണ്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണ്ട, അത് കൃത്യമായി വെളിപ്പെടുത്തുന്ന വേദഗ്രന്ഥം നൽകിയത് ചെറിയ ഒരു നിഅമത്തൊന്നുമല്ല. അത് ഖുർആനും പറയുന്നുണ്ട്. അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ ഈ ഒരു കിതാബ്, ഈ ഒരു വേദഗ്രന്ഥം, അതൊരു വലിയ നിഅമത്തായിട്ടാണ് അള്ളാഹ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഭൗതികമായ ഒരുപാട് നിഅമത്ത് അള്ളാഹു നമുക്ക് മൂസാ നബിക്ക് കൊടുത്ത പോലെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ആത്മീയമായ നിഅമത്ത് ഖുർആനാണ്. അപ്പോൾ അത് നമ്മൾ ഓതണം. അവരും തൗറാത്താണ് അവർക്ക്, അതവർ പഠിക്കണം, അതനുസരിച്ച് അവർ ജീവിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനാണ്, അത് പഠിക്കണം, അത് മനസ്സിലാക്കണം. അവിടെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ദുരന്തമുള്ളത്. നമുക്കെല്ലാം അറിയാം, എല്ലാ നിഅമത്തും നമുക്ക് അല്ലാഹ് നൽകിയിട്ടുണ്ട്. എല്ലാ പ്രയാസങ്ങൾ പല തരത്തിലും അള്ളാഹു നിഅമത്തുകൾ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ആയുഷ് ദൈർഘ്യം കൊണ്ടും മറ്റു ജീവിത സൗകര്യങ്ങൾ കൊണ്ടും അള്ളാഹ് നമുക്കൊക്കെ ഏറ്റക്കുറവുണ്ടെങ്കിലും നിഅമത്തുകൾ നൽകി. അത് ഭൗതികമായ നിഅമത്താണ്, മരണം വരെയുള്ള ജീവനത്തിന് ആവശ്യമായ നിഅമത്താണ്. എന്നാൽ മരണശേഷം എന്നെന്നും നിലനിൽക്കേണ്ട മറ്റൊരു നിഅമത്താണ് വേദഗ്രന്ഥത്തിൽ കൂടി ശരിയും തെറ്റും വേർതിരിച്ച് ജീവിക്കാനുള്ള കിതാബ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കിതാബ് അല്ലാഹു തആല അവരെ പറ്റി പറഞ്ഞ പോലെ ആ കിതാബ് തലയിൽ ചുമടേറ്റിയ കഴുതകളെപ്പോലെ അതങ്ങനെ ഏറ്റി നടന്നു എന്നല്ലാതെ ആ കിതാബ് പഠിച്ചില്ല, ആ കിതാബ് അനുസരിച്ച് ജീവിച്ചില്ല, ആ കിതാബിനെ അവർ ഗൗനിച്ചില്ല, പരിഗണിച്ചില്ല. അതാണ് മുസ്ലിമീങ്ങൾക്കും പറ്റിയ അബദ്ധം. പടച്ചവൻ്റെ നിഅമത്തൊക്കെ നമ്മൾ തിന്നും കുടിച്ചും ആസ്വദിച്ചും ഉപയോഗിക്കുന്നു. പക്ഷേ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്താകുന്ന
പരിശുദ്ധ ഖുർആനിനെ നമ്മൾ തള്ളിക്കളഞ്ഞു. അല്ലാഹുവേ, എൻ്റെ ഖൗമി യാ ഖൗമിത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ രക്ഷിതാവേ. വഖാല റസൂലു, റസൂല് പരലോകത്ത് വെച്ച് പറയും, യാ റബ്ബി, എൻ്റെ റബ്ബേ, ഇത്തഖദൂ ഹാദൽ ഖുർആൻ, അവർ ഈ ഖുർആനിനെ മഹ്ജൂറൻ തള്ളിക്കളഞ്ഞു. അത് അതെ, മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. തൗറാത്ത് വഹിപ്പിക്കപ്പെടുകയും അതിന് തൗറാത്ത് അനുസരിച്ച് പഠിച്ച് മനസ്സിലാക്കി ജീവിക്കണമെന്ന ഉത്തരവാദിത്വം തലയിലേറ്റിക്കൊടുക്കപ്പെടുകയും സുമ്മ ലം യഹ്മിലുഹ, ആ ഉത്തരവാദിത്വം ഏൽക്കാതിരിക്കുകയും ചെയ്ത ആളുകളുടെ ഉപമ കമസലിൽ ഹിമാർ, കഴുതകളെ പോലെയാണ്. യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥം ചുമക്കുന്ന. അസ്ഫാർ എന്ന് പറഞ്ഞാൽ ഗ്രന്ഥത്തിൻ്റെ കെട്ടുകൾക്കാണ് അസ്ഫാർ എന്ന് പറയാം. കടലാസ് കെട്ടുകൾ അല്ലെങ്കിൽ പുസ്തകക്കെട്ടുകൾ. പുസ്തകക്കെട്ടുകൾ ഒരു ഹിമാറിൻ്റെ തലയിൽ വെച്ച് കൊടുത്താൽ അത് അതും കൊണ്ട് ഇങ്ങനെ നടക്കും, ഇതിൻ്റെ തലയിലുള്ളതാണെന്ന് വിചാരിച്ച്. അതല്ലാതെ ആ കെട്ടിൻ്റെ ഉള്ളിലുള്ള ആശയങ്ങൾ അവർ മനസ്സിലാക്കില്ല. ഇതുപോലെ തൗറാത്തിൻ്റെ ആളുകളായി അവർ ജീവിച്ചു. തൗറാത്ത് ഞങ്ങളുടേതാണെന്ന് അവർ അവകാശപ്പെട്ടു, അത് തലയിലേറ്റി നടന്നു. എന്നാൽ തൗറാത്തിൻ്റെ ഉള്ളിലുള്ള സത്യാസത്യ വിവേചനമാകുന്ന കാര്യങ്ങൾ, നിയമനിർദ്ദേശങ്ങൾ അവർ പഠിച്ചില്ല. അത് സൂറത്തുൽ ജുമയിൽ അല്ലാഹു തആല, സൂറത്തു ജുമയിൽ അല്ലാഹു തആല നമുക്ക് ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ്? ഖുർആനും നമ്മളെ ഉത്തരവാദിത്വം തലയിൽ കെട്ടിവെച്ചു. ഖുർആൻ നമ്മുടെ തലയിൽ കെട്ടിവെച്ചു. യാ അയ്യുഹന്നാസ് ഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ എന്ന് പറഞ്ഞല്ലോ. ആ ഖുർആൻ നമ്മുടെ തലയിൽ വെച്ചു. നമ്മളത് തലയിലേറ്റി നടന്നു. ഖുർആൻ നമ്മളുടേതാണ്, നമ്മളെ ഖുർആൻ. അതിൻ്റെ കോപ്പി നമ്മൾ കൊണ്ടുപോയി വെച്ചു. അതൊക്കെ നമ്മൾ സൂക്ഷിച്ചു. പക്ഷേ ആ ഖുർആനിൻ്റെ ഉള്ളിലുള്ളത് എന്താണ് എന്ന് അവർ ഉൾക്കൊണ്ടില്ല, നമ്മളും ഉൾക്കൊണ്ടില്ല. അപ്പം അതൊരു വലിയ നിയമത്തായിരുന്നു കിതാബ്. ആ നിയമത്ത് നമ്മൾ എടുത്തില്ല എന്ന്. ഭൗതികമായ നിയമത്ത് അവർ സ്വീകരിച്ചു, എന്നാൽ ആത്മീയമായി നൽകിയ നിയമത്ത് സ്വീകരിച്ചില്ല. വഹദൈനാഹുമ, അവർ രണ്ടുപേരെയും, അപ്പം കിതാബുൽ മുസ്തബീൻ അവർക്ക് നൽകി. വഹദൈനാഹുമ, അവർ രണ്ടുപേരെയും നാം സന്മാർഗത്തിലാക്കി. അസ്സിറാത്തൽ മുസ്തഖീം, നേരെ ചൊവ്വയുള്ള മാർഗത്തിലേക്ക്. അവിടെയാണ് നമ്മളുടെ മാർഗം നേരെ ചൊവ്വയുള്ളതാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജാതിയുടെയോ വർഗത്തിൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ കറുത്തവരുടെയോ വെളുത്തവരുടെയോ ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിൻ്റെയോ വഴിയല്ല. നേരെ ചൊവ്വയുള്ള ഭൂമിയിലെ നേർക്കുനേരെയുള്ള വഴി ഏതാണോ അതാണ് സിറാത്തുൽ മുസ്തഖീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മണലിലൊരു വര വരച്ചു. ആ വരയുടെ ചുറ്റുഭാഗത്തും രണ്ട് ഭാഗത്തും വേറെയും കുറേ വരകൾ വരച്ചു. എന്നിട്ട് നബി പറഞ്ഞു, ഇതാണ് സിറാത്തുൽ മുസ്തഖീം, ഇതിൻ്റെ ഈ അറ്റത്താണ് നമ്മളുള്ളത്, അങ്ങേ അറ്റത്ത് സ്വർഗമാണ്. ഈ വഴിയിൽ കൂടി നമ്മളങ്ങനെ വളയാതെ നടന്നു പോയാൽ സ്വർഗത്തിലെത്തും. എന്നാൽ ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഒരുപാട് വഴികളുണ്ട്, ഈ വരകളുണ്ട്. ഈ വഴികളൊക്കെ മറ്റു ആദർശങ്ങളും വിശ്വാസങ്ങളും തത്വശാസ്ത്രങ്ങളുമാണ്. അതിലേക്കൊക്കെ നമ്മളെ വിളിക്കാൻ വേണ്ടി ആ വഴിയിൽ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകാതെ ഈ സിറാത്തുൽ മുസ്തഖീം നേരെ ചൊവ്വയുള്ള വഴികളിൽ കൂടി നടക്കണം. അതാണ് ഖുർആനിൻ്റെ മാർഗം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് നാം പ്രാർത്ഥിക്കുന്നത് ആ സിറാത്തുൽ മുസ്തഖീമാണ്. ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമ്മളെ എവിടെയെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്. മറ്റു സഹാബിമാർ, അദ്ദേഹം ഒരു ഉയർന്ന പണ്ഡിതനും സാഹിബിമാരുടെ കൂട്ടത്തിൽ മുതിർന്ന ആൾ, സീനിയറായിരുന്നല്ലോ. നമ്മൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ നമ്മളൊരു വഴിയിലാണുള്ളത്. മൂപ്പര് പറഞ്ഞൊരു വഴിയിലാണ്. ഈ വഴിൻ്റെ ഇങ്ങേ അറ്റത്താണ് നമ്മളുള്ളത്. ആ വഴിൻ്റെ അങ്ങേ അറ്റം സ്വർഗമാണ്. അതാ സിറാത്തുൽ മുസ്തഖീം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാൽ അവിടേക്ക് കിട്ടൂല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ വഴിയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വഴിയോ അല്ല. നമ്മളെ വഴി സിറാത്തുൽ മുസ്തഖീം, നേരിൻ്റെ വഴിയാണ്. അള്ളാഹുവിൻ്റെ മാർഗം നേരിൻ്റെ വഴിയാണ്. ആ വഴിയിലേക്കാണ് വഹദൈനാഹുമ സിറാത്തുൽ മുസ്തഖീം,
അവർ രണ്ടുപേരെയും നാം സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിച്ചു. വതറക്ന അലൈഹിമാ ഫിൽ ആഖിരീൻ, നേരത്തെ പറഞ്ഞ അതേ ആയത്ത് തന്നെയാണ്. പിൽക്കാലക്കാരിൽ നാം അവർക്ക് സൽകീർത്തി ബാക്കി വെച്ചു. വതറക്ന അലൈഹിമാ ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ അവരുടെ മേൽ നാം ബാക്കി വെച്ചു എന്ന് പറയുമ്പോൾ സൽകീർത്തി ബാക്കി വെച്ചു എന്നാണ്. അതായത് ഈ യഹൂദുകളും നസാറാക്കളും രണ്ടു കൂട്ടരും എല്ലാ കാലത്തും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന പ്രവാചകന്മാരിൽപ്പെട്ട ആളാണ് മൂസാ നബിയും ഹാറൂൻ നബിയും. അത് കിതാബുൽ മുഖദ്ദസിൽ അവരെ ഈ രണ്ട് നബിമാരെ ഏറ്റവും വലിയ പുകഴ്ത്തി പറയുന്നുണ്ട്. അപ്പോൾ അതുതന്നെയാണ് നമ്മളെ പഠിച്ചിടത്തോളം പിന്നെ സംശയമില്ലല്ലോ. യഹൂദികളിനെ ഇപ്പം ഈസാ നബി അലൈഹി സ്വലാമിനെ പറ്റി യഹൂദികൾ വളരെ മോശം പറയുന്നുണ്ട്, വ്യഭിചാരപുത്രനാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളുണ്ട്. പക്ഷേ മൂസാ നബിനെയും ഹാറൂൻ നബിയെയും പറ്റി ഈ അഹ്ലുൽ കിതാബുകൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. നല്ല മുഖദ്ദസുകളായ പ്രവാചകന്മാരാണ്. മുസ്ലിങ്ങളെ പഠിച്ചിടത്തോളം നമ്മളിൽ എന്താണ് ലുഫരിഖു ബൈന അഹദി മിർ റുസുലി, ഒരു നബിമാരെ പറ്റിയും വേർതിരിവ് പറയാൻ പാടില്ല. അവരൊക്കെ അലൈഹിമുസ്സലാം അള്ളാഹുവിൻ്റെ രക്ഷ കിട്ടിയ മഹാന്മാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ പിൽക്കാലക്കാരിൽ അല്ല സൽകീർത്തിയുണ്ട്. പിന്നെ സലാമുൻ അലാ മൂസാ വ ഹാറൂൻ, മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ട്. രക്ഷയുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ രക്ഷയുണ്ട്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരം നാം മുഹ്സിനീങ്ങൾക്ക് പ്രതിഫലം നൽകും. ഇന്നഹുമാ മിൻ ഇബാദിനൽ മുഅ്മിനീൻ, അത് നേരത്തെ പറഞ്ഞ തന്നെ നമ്മുടെ മുഅ്മിനീങ്ങളായ അടിമകളിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. വ ഇന്ന ഇല്യാസ ലമിനൽ മുർസലീൻ, ഇനി മറ്റൊരു പ്രവാചകൻ ഇല്യാസ് അലൈഹിസ്സലാം, അതാണ് എലീജ എന്നിവർ പറയുന്ന ഇല്യാസ് അലൈഹിസ്സലാം. ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു ഇല്യാസ്. ഹാറൂൻ നബി അലൈഹി സ്വലാമിൻ്റെ സന്താന 2-3 സന്താന പരമ്പരകളിൽപ്പെട്ട ആളായിരുന്നു ഇല്യാസ് എന്ന് ചരിത്രത്തിലുണ്ട്. അദ്ദേഹം പിന്നെ മറ്റേ ഇറാഖിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ബൈലബക്ക് എന്നൊരു സ്ഥലമുണ്ട്, ബൈലബക്ക്, അവിടെ താമസിച്ചിരുന്ന ആളായിരുന്നു. അവിടെയാണ് അദ്ദേഹം പ്രവാചകനായി വന്നത്, ഇല്യാസ് നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിൻ്റെ സമൂഹം ബിംബാരാധകരായിരുന്നു. ആ ബിംബത്തിൻ്റെ പേര് ബൈല് എന്നായിരുന്നു. അതുകൊണ്ടാണ് ബൈലബക്ക് എന്ന് ആ നാടിന് പേര് വന്നത്. ബൈല് വിഗ്രഹത്തിൻ്റെ നാട്ടിൽ താമസിക്കുന്നവർ എന്നാണ് ബൈലബക്ക്. ഇറാഖിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ഇതാണ്. പഴയകാലത്തെ പേരുകളാണ്, ഇപ്പോൾ ഒന്നുമില്ല. ഇല്യാസ് അലൈഹിസ്സലാം അത്തദഊന ബൈലൻ, നിങ്ങൾ ബൈലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണോ? വതദറൂന അഹ്സനൽ ഖാലിഖീൻ, ഏറ്റവും നല്ല സൃഷ്ടാവായ റബ്ബിനെ ഉപേക്ഷിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനോട്. അതാണ് ഇതിവിടെ വരുന്നുണ്ട്. വതദറൂന അഹ്സനൽ ഖാലിഖീൻ വ ഇന്ന ഇല്യാസ ലമിനൽ മുർസലീൻ, ഇല്യാസ് പ്രവാചകന്മാരിൽ മുർസലീങ്ങളിൽപ്പെട്ട ആൾ തന്നെയായിരുന്നു അദ്ദേഹം. പിന്നെ ഇദ് ഖാല ലിഖൗമിഹി, അദ്ദേഹം തൻ്റെ ജനങ്ങളോട് പറഞ്ഞപ്പോൾ അലാ തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? അതദഊന, നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതദഊന, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണോ? ബൈലൻ, ബൈലിനോട്. ബൈല് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നാഥൻ എന്നാണ് പഴയ ഭാഷയിൽ. ബൈല് നാഥൻ, അതാ. അപ്പം ബൈലിനെ ആരാധിക്കുകയാണോ എന്ന് അവർ ചോദിച്ചു. അമ്പിയാക്കം അള്ളാഹു ചോദിക്കാണ്. വതദറൂന വദറ യദറു തത്റുക്കൂന, നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ? അഹ്സനൽ ഖാലിഖീൻ, ഏറ്റവും നല്ല ഖാലിഖീങ്ങളിൽ ഏറ്റവും നല്ല സൃഷ്ടാവായ അള്ളാഹുവിനെ ഉപേക്ഷിച്ച് ബൈലിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ബൈലിന് വേറൊരു അർത്ഥമുണ്ട്, ആണ് എന്നർത്ഥമുണ്ട്. പിറന്നവൻ എന്നൊരർത്ഥമുണ്ട് ബൈല്. അതുപോലെ ആടും കുട്ടികളുടെ കൂട്ടത്തിലൊക്കെ ബയല് എന്ന് പറഞ്ഞാൽ കൊറ്റന്മാർക്ക് ബയല് എന്നാണ് പറയുക. പെണ്ണാടല്ല, ആണാട്, കൊറ്റന്മാർക്ക് ബയല് എന്നാണ് പറയുക. അതായത് നല്ല കരുത്തുള്ള ആൾ എന്നൊക്കെയാണ്. അപ്പോൾ ആ ബിംബത്തിൻ്റെ പേര് അങ്ങനെ ഇട്ടുണ്ടാവും, ബയല്, അതാണ്. പിന്നെ അതദറൂന ബൈലൻ വതദറൂന അഹ്സനൽ ഖാലിഖീൻ, അല്ലാഹ റബ്ബക്കും,
നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. വർബ ആബായിക്കും, നിങ്ങളുടെ അബുമാരുടെ പിതാക്കന്മാരുടെ റബ്ബിനെയും, അൽ അവലീൻ, പൂർവകാല പിതാക്കളായ ആ നിങ്ങളുടെ പിതാക്കന്മാരുടെയും നിങ്ങളുടെയും റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് ഇല്യാസ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. ബൈലിനെ ആരാധിക്കരുത് എന്നും പറഞ്ഞു. ഫകദ്ദബൂഹു, അവർ അദ്ദേഹത്തെ കളവാക്കി. ഫഇന്നഹും, തീർച്ചയായും അവർ ലമുഹ്ളറൂൻ, ശിക്ഷയിൽ ഹാജരാക്കപ്പെടുന്നവരാണ്. ഹാദിർ എന്നറിയാലോ. മുഹ്ളറൂൻ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ ഹാജരാക്കപ്പെടും എന്ന് പറഞ്ഞാൽ പരലോകത്ത് ഇല്യാസ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹത്തിന് ഭൂമിയിൽ വെച്ച് ഒരു ശിക്ഷ കിട്ടിയതായി ഖുർആനിൽ പറയുന്നില്ല. എന്നാൽ പരലോകത്ത് അവർ മുഹ്ളറൂൻ, പരലോകത്ത് അവർ ഹാജരാക്കപ്പെടും എന്ന് പറഞ്ഞാൽ ആ കരീനത്ത് കോണ്ടസ്റ്റിൽ നിന്ന് മനസ്സിലാകുന്നതാണ് ശിക്ഷയ്ക്ക് വേണ്ടി ഹാജരാക്കപ്പെടും. ഫഇന്നഹും ലമുഹ്ളറൂൻ, എന്നാലോ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, ഇഖ്ലാസുള്ള അള്ളാഹുവിൻ്റെ അടിമകളെ ഒഴികെ. അപ്പം അദ്ദേഹത്തിൽ കുറച്ചു പേരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, നല്ല അടിമകൾ, ഇഖ്ലാസുള്ള അടിമകളുണ്ടായിരുന്നു. അവരെ അല്ലാത്തവരെയൊക്കെ അള്ളാഹു പരലോകത്ത് ലമുഹ്ളറൂൻ, അതായത് ലമുഹ്ളറൂന ലിൽ അദാബ്, അലി ലമുഹ്ളറൂന ലിന്നാർ, നരകത്തിന് വേണ്ടി ഹാജരാക്കപ്പെടുന്നവരാണ്. ഇല്ലാ ഇബാദല്ലാ, അള്ളാഹുവിൻ്റെ കുറേ അടിമകൾ ഒഴിച്ച്, അൽ മുഖ്ലസീൻ, ഇഖ്ലാസുള്ള ആത്മാർത്ഥതയുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് നല്ലവരായി ജീവിക്കുന്ന ആളുകൾ ഒഴിച്ച്. വതറക്ന അലൈഹി, അദ്ദേഹത്തിനും നാം ബാക്കി വെച്ചു. ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ ബാക്കി വെച്ചതെന്താ? സൽകീർത്തി. ഇല്യാസ് നബി അലൈഹി സ്വലാമിനെ പറ്റിയും നല്ല പരാമർശങ്ങളാണ് ഇസ്രായേൽ സമൂഹത്തിൽ അവരുടെ വേദഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത്. എലിജ പ്രവാചകൻ ഏറ്റവും നല്ല പുണ്യവാളനായിട്ടാണ് അവർ ഇന്നും അംഗീകരിക്കുന്നത്. ഇന്നഹു ലമിനൽ മുഖ്ലസീൻ, ഇന്നഹു മിൻ ഇബാദിൽ മുഅ്മിനീൻ അല്ലേ. സലാമുൻ അലാ ഇല്യാസീൻ, ഇല്യാസിന് അള്ളാഹുവിൻ്റെ രക്ഷ വരട്ടെ. അവിടെ ഇല്യാസ് എന്ന് ആദ്യം എഴുതിയെടുത്ത് ഉള്ള മാതിരിയില്ല, ഇൽ യാസീൻ എന്ന്. ഇൽ യാസീൻ, അത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് അറിയപ്പെട്ടിരുന്നത്. നേരത്തെ പോയിന്നെ ഇല്യാസ എന്നുള്ളിടത്ത് കൂട്ടിയാ എഴുതിയത്, ഇവിടെ കൂട്ടാതെയാണ്. ഇൽ യാസീൻ, ഇൽ യാസീൻ. അത് മറ്റൊരു നിലക്ക് ആലി യാസീൻ, ഈ എലിജ കുടുംബത്തിനുള്ള രക്ഷയുണ്ടാവട്ടെ, അദ്ദേഹത്തിലും വിശ്വാസികളിലും രക്ഷയുണ്ടാവട്ടെ എന്നുള്ള അർത്ഥമാണെന്നുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ അതല്ല, ഇല്യാസ് എന്നും ഇല്യാസീൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ടായിരുന്നു എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ചരിത്രത്തിൽ പറയുന്നത്. ഇല്യാസു എന്ന് പേരുണ്ട്, ഇല്യാസീൻ എന്ന പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇല്യാസീൻ നബിക്ക് അള്ളാഹു തആല, ഇല്യാസ് നബി എന്ന ഇല്യാസീനിന് അള്ളാഹു തആല രക്ഷ ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, തീർച്ചയായും നാം മുഹ്സിനീങ്ങൾക്ക് പ്രതിഫലം നൽകും. ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, തീർച്ചയായും അദ്ദേഹം നമ്മുടെ വിശ്വാസികളായ ഇബാദുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നു. അവിടെക്കട്ടെ. ലൂത്ത് നബി അലൈഹി സ്വലാമാണ്. അള്ളാഹു ആ പ്രവാചകന്മാരുടെ യഥാർത്ഥ അനുയായികളിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.